ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസവും ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ 2 ദിവസം കൂടി കഴിയുമ്പോൾ ഡിസ്കൗണ്ട് തീരുന്നതായിരിക്കും. ഓഗസ്റ്റ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അതുപോലെ ഈ വീഡിയോൻ്റെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലും നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യണം. അപ്പം നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിലെ നന്മ ഈ വ്യക്തി അറിഞ്ഞിരിക്കുന്നു. ഈ വ്യക്തി നിങ്ങളുമായുള്ള പ്രണയബന്ധം സംരക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എനർജി എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് എന്താ പറയാ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിൽ വിചാരിക്കാം. ഒരു 10 സെക്കൻഡെങ്കിലും മനസ്സിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ നന്നായിട്ട് വിചാരിക്കണം. എന്നിട്ട് വേണം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ആ ഒരു എനർജിയിലേക്ക് നമുക്ക് പോകാം. ഓ വാവ്, അതായത് ഓപ്പൺ ഹാർട്ടഡ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് ഈ പേഴ്സൺ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് എന്നുള്ളതാണ്. സങ്കടങ്ങൾ ഒരുപാട് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഈ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സണ് ഒരു കാരണവശാലും നിങ്ങളെ വിട്ട് പിരിയാനായിട്ട് ഈ പേഴ്സണ് സാധിക്കുകയില്ല. ഇമോഷൻസ് കൊണ്ട് ഈ വ്യക്തി വളരെയധികം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ വാക്ക് കേട്ടോ, മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ടോ അങ്ങനെയൊക്കെ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല, നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഇവിടെ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ ഉറപ്പാണ്. ഓക്കെ, അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും പലതരത്തിലും ഈ പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ പേഴ്സന്റെ സ്വന്തം പാരൻസ് ആയിരിക്കാം ഇതിനോട് എതിർത്ത് നിൽക്കുന്നത്. അതുപോലെ ഒരു ഭാഗത്ത് ഈ പേഴ്സന്റെ പാരൻസ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം, മറുഭാഗത്ത് നിങ്ങളും നിൽക്കുന്നു. അപ്പൊ ഇതിൽ ആരെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും, എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളൊരു വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു എനർജിയിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വേണ്ടാന്ന് നോക്കാൻ പറ്റത്തില്ല. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ പേഴ്സന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ പരിപാലിപ്പിച്ച് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ സൈൻസ് ആർ ക്വസ്റ്റനിങ് യു. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. യെസ്, ഇവിടെ സ്റ്റിൽ തടസ്സങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ ഒരു പ്രണയബന്ധത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം. ഇത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള ആ ഒരു പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ തകർക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആദ്യമൊക്കെ ഈ പേഴ്സൺ ഒരുപക്ഷെ അത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് മിന്നുന്നതെല്ലാം പൊന്നാണ് എന്നുള്ളതാണ്. അതായത് ഈ പേഴ്സന്റെ ചുറ്റിനുള്ളവരെല്ലാവരും തന്നെ നല്ല മനസ്സിന് ഉടമയുള്ളവരാണ്, നല്ല മനസ്സുള്ളവരാണ് എന്ന് തന്നെയാണെന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ പേഴ്സന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഒരിക്കലും ഒരു കാരണവശാലും ഈ പേഴ്സണ് എന്താ പറയാ മറ്റുള്ളവരെ ഇനി അങ്ങോട്ട് കണ്ണടച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. അത് ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരുപാട് അനലൈസ് ചെയ്യുന്നുണ്ട്. ഓരോ വ്യക്തികളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരിക്കലും ഇനി കാണുന്നതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കില്ല, അല്ലെങ്കിൽ സത്യമാണെന്ന് പറയില്ല. കാരണം അത്രയും ഒരു ഇതിലൂടെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്രയും ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡേ ഡ്രീമിംഗ് ആണ്. ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു എന്നാണ്. അതായത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ പേഴ്സൺ കീപ്പ് ഓൺ ഡ്രീമിംഗ് ആണ്. അതായത് ആദ്യമൊക്കെ ഈ പേഴ്സൺ അത്രയും അങ്ങോട്ട് ഇൻവോൾവ്മെന്റ് ആകാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ലായിരിക്കാം, സാഹചര്യമില്ലായിരിക്കാം. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി അതിനെല്ലാം സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് വെർഷൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സൺ എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടിയും പോസിറ്റീവായിട്ടും നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുന്നുവോ അത്രയും പോസിറ്റീവായിട്ട് നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ഒരു കാരണവശാലും ഈ പേഴ്സണ് നിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ പേഴ്സണെ നോക്കിയിട്ടുള്ള രീതി, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണ് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, അതൊരിക്കലും ഈ പേഴ്സണ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ വളരെ മനോഹരമായിട്ട് തന്നെയാണ് നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. മനസ്സിലായി? നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നതും നിങ്ങളെ നോക്കി പരിപാലിക്കുന്നതും. കാരണം നിങ്ങൾ അങ്ങനെയാണ് ഈ പേഴ്സണോട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്താണോ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത്, അല്ലേ? അപ്പൊ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഡിവൈൻ ടൈമിംഗ് ആണ്. അതായത് ദൈവത്തിലും അതുപോലെ നമ്മൾ പറയുമല്ലോ, ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിലെ ആ ഒരു നന്മ ഈ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആദ്യമൊക്കെ ഒരു പക്ഷേ നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥത കാണിച്ചാലും സത്യസന്ധത കാണിച്ചാലും ഈ പേഴ്സൺ മനസ്സിലാക്കാത്ത ഒരു മനോഭാവത്തിലായിരുന്നു ഈ പേഴ്സൺ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം കാണാതെ തിരിഞ്ഞു നിന്നിട്ടുണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം സംരക്ഷിക്കാൻ തയ്യാറാകുന്നു. അതുപോലെ തന്നെ ആ ഒരു നല്ല കാലഘട്ടത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിംഗ്, ലവ് അറൈവ്സ് വെൻ ഇറ്റ്സ് മെന്റ് ടു. അപ്പം ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത് ഇത്രയും കാലം നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാനുള്ള, നിങ്ങളുടെ മനസ്സറിയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു യോഗം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ വ്യക്തി അങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം സത്യസന്ധമായിട്ട് നിന്നിട്ടും നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നതും അവിടെയെല്ലാം കണ്ണടക്കേണ്ടി വന്നതും ഇതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത്. അപ്പൊ ഡിവൈൻ ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു സമയം, അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻവി ആണ്, അത് ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രുത എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പൊ ശത്രുത എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ശത്രുക്കൾ അല്ലെങ്കിൽ അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ്. അതായത് ഭയങ്കരമായിട്ട് മറ്റുള്ളവര് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അസൂയപ്പെടാം. ചിലപ്പം നിങ്ങളെന്ന് പറയുന്നത് മറ്റാരുടെയൊക്കെ സ്വപ്നമായിരിക്കാം. അതായത് നിങ്ങളുടെ ക്യാരക്ടർ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അട്രാക്റ്റീവ് ആകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റു പലവരും ഒരു റോൾ മോഡൽ ആക്കുന്ന അല്ലെങ്കിൽ മറ്റു പലവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേരും ആ ഒരു സ്നേഹം, നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു സ്നേഹത്തിൽ അസൂയപ്പെടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുമൊക്കെ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഒരുപാട് അങ്ങോട്ട് നല്ലതായി കഴിഞ്ഞാലും നമ്മളെ പുകഴ്ത്താനും നമ്മളെ നോക്കി കണ്ണ് വെക്കാനും കൊതി വരാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം എന്ന് കരുതി ദുഷ്ടന്മാരാകണം, ദുഷ്ടത്തികളാകണം എന്നല്ല പറഞ്ഞു വരുന്നത്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, പക്ഷെങ്കിൽ പോലും ചില പ്രൊട്ടക്ഷൻസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത് ബ്രേസ്ലെറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനകളായിരിക്കാം, ഏതെങ്കിലും ഒരു ദൈവത്തിനെ ശക്തമായി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്താണോ അതിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. എന്നാൽ മാത്രമാണ് ഇത്തരം നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക്
കരകയറുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെ റിയൂണിയൻസ് തീരുമാനിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് മനസ്സ് ശുദ്ധമായിരുന്നിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ സംരക്ഷണം കൂടി ചെയ്യണം. അവിടെ പ്രൊട്ടക്ഷനും കൂടി അവിടെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾക്ക് പല ഇതിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിലേക്ക് വരാതിരിക്കുകയുള്ളൂ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും പ്രൊട്ടക്ഷൻ ചെയ്യാൻ ഈ വ്യക്തി വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസവും കൂടി ഉള്ളൂ ഡിസ്കൗണ്ട്. അത് കഴിഞ്ഞാൽ തീരുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ബൈ.